ഒരു ടോക്സിക് വർക്ക് കൾച്ചറാണ്, ബോസ് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയും നമ്മളെ ദൈവവിശ്വാസം രക്ഷിക്കും. എങ്ങനെ? ദൈവം നീതിമാനാണ് അല്ലേ? ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് പ്ലേസിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ വിചാരിക്കുക, അത് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. ഈ ഗാന്ധിജിയുടെ ധൈര്യം എങ്ങനെയാണ്? നമ്മൾ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോവല്ലല്ലോ ചെയ്തത്. ഗാന്ധിജി ചെയ്തത് നിസ്സഹകരണമാണ്. അപ്പം നമ്മളെ വർക്കിലും നിസ്സഹകരണം കാണിക്കാം, നമ്മളുടെ പോയിന്റ് ബോസിനോട് പറയാം, ഇതിങ്ങനെയാണ്, എനിക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ബോസ് പറയുന്നത് നീ പോയിക്കോ, എനിക്ക് ജോലിയില്ല. അപ്പോൾ ജോലി ഒഴിവാക്കാനുള്ള ധൈര്യം വേണം. ആ ധൈര്യം നമ്മൾ കാണിക്കുമ്പോൾ ദൈവം നമ്മൾ അടുത്ത ജോലിയിലേക്ക് തീർച്ചയായിട്ടും ക്ഷണിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ദൈവം അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. പക്ഷെ നമുക്ക് ദൈവത്തിന് ട്രസ്റ്റ് വേണം. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഈ കഥകൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂസാ നബി. അപ്പോൾ ഈ മോസസ് പോയിട്ട് കടലിൻ്റെ മുന്നിൽ പോയി നിന്നു. മോസസിൻ്റെ കൂടെയുള്ള ആളുകളും എല്ലാവരും കൂടി പോയി നിന്നിട്ട് മോസസിനെ അറിയില്ല ഈ കടൽ പിളരുന്ന്. ബാക്കിൽ ഈ ഫറോവ എന്ന് പറയുന്ന ആൾ യുദ്ധം സന്നാഹമായിട്ട് ഇവരെ പിടിക്കാനും കൊല്ലാനും വേണ്ടി വരുന്നുണ്ട്. പക്ഷേ മോസസ് ഈ കടലിന് മുന്നിൽ പോയി നിന്നപ്പോൾ മോസസിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ചോദിച്ചു മോസസിനോട്, മൂസ, ഈ കടലിൻ്റെ മുന്നിൽ നമ്മൾ എത്തിക്കണം, നമ്മളെ പിന്നിൽ ഫറോവയും പട്ടാളം വരുന്നുണ്ട്, അവർ നമ്മളെന്തായാലും കൊല്ലും, ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ നീ വീടുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടത്, ഞങ്ങൾക്ക് ജീവനെങ്കിലും ബാക്കി ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ച സന്ദർഭമുണ്ട്. അപ്പോൾ മോസസ് എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നാണ് ദൈവം അവിടെ പരീക്ഷിക്കുന്നത്. അപ്പോൾ മോസസ് എന്ത് പറഞ്ഞു? മൂസാ നബി പറഞ്ഞു, എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അത് പറഞ്ഞതോടു കൂടിയാണ് അടുത്തത് റിവീൽ ചെയ്യപ്പെടുന്നത്. മൂസ, നീ നിൻ്റെ വടി കൊണ്ട് കടലിലടിക്കൂ, അത് പിളരും, നിനക്ക് വഴി കിട്ടും, നീ പുറത്തു പോവും, നിൻ്റെ പിന്നാലെ വരുന്ന ഫറോവ അതിൽ മുങ്ങി നശിക്കും. ഇതൊക്കെ പിന്നീടാണ്. പക്ഷേ ഇതൊന്നും നേരത്തെ മൂസാക്ക് അറിയില്ല, മൂസാ നബിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഇത്തരത്തിൽ ഭാവി എന്താണെന്ന് അറിയാത്ത രൂപത്തിൽ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ ശരിയോടൊപ്പം നിൽക്കാനുള്ള ധൈര്യം കാണിക്കണം. അപ്പോൾ പിന്നെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ ഈ വർക്ക് പ്ലേസിൽ വരുന്ന എന്ത് തരം മോശം കാര്യങ്ങളാണെങ്കിലും അതിനോട് നമ്മൾ ഏറ്റവും സൗമ്യമായ രൂപത്തിൽ റിയാക്ട് ചെയ്യുകയും അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. തിരുത്തപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ പ്ലേസ് ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്ത കൂട് നോക്കി പോകണം. അത്രയേ ഉള്ളൂ. അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, ബൈ.